ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ്റെ കഷ്ടാനുഭവങ്ങളും ക്രൂശാരോഹണവും മരണവും ഉയർപ്പുമാകുന്ന പീഡാനുഭവ ആഴ്ചയെ ജീവിതത്തിലേക്ക് നോമ്പോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ വിശ്വാസികൾ പ്രവേശിക്കുന്ന ദിവസങ്ങളാണ് പരിശുദ്ധമായ 50 നോമ്പ് ദിവസങ്ങൾ. ഭൗതികതയിൽ നിന്നും ആത്മീയതയിലേക്കും ജഡീകതയിൽ നിന്നും ദൈവികതയിലേക്കും നശ്വരതയിൽ നിന്നും അനശ്വരതയിലേക്കും മനുഷ്യനെ ദൈവോന്മുഖനാക്കുന്ന അനുഗ്രഹീതമായ ദിവസങ്ങളാണ് 50 നോമ്പ് ദിവസങ്ങൾ. 50 ദിവസങ്ങൾ ഉൾപ്പെടുന്നതായ ഈ വലിയ നോമ്പ് 7 ആഴ്ചകളായി തിരിച്ച് ഒരു ഭക്തനെ ദൈവോന്മുഖമാക്കുന്ന അനശ്വരമായ ചിന്തകളാണ് ഈ പരിശുദ്ധ നോമ്പിൻ്റെ ഓരോ ആഴ്ചകളിലും നൽകപ്പെട്ടിട്ടുള്ളത്. പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രാർത്ഥനയിലൂടെ ആത്മശുദ്ധീകരണവും നോമ്പ് ഉപവാസ അനുഷ്ഠാനങ്ങളിലൂടെ ഇന്ദ്രിയ ജയവും പ്രായശ്ചിത്തത്തിലൂടെ ദൈവസ്നേഹവും നേടിയെടുക്കുന്ന പുണ്യകാലമാണ് നോമ്പ് ദിവസങ്ങൾ. അതിൽ ഓരോ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നോമ്പിനെ 7 ആഴ്ചകളായിട്ട് പിതാക്കന്മാർ തിരിച്ചിരിക്കുന്നു. ഒന്നാമത് കൊത്തിനെ ഞായറാഴ്ച കാനാവിലെ കല്യാണ വീട്ടിൽ മശിഹാ തമ്പുരാൻ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അത്ഭുതമാകുന്ന ദൈവവചനങ്ങളാണ് ചിന്തിക്കുവാനുള്ളത്. രണ്ടാമത്തെ ആഴ്ച ഗർഭോ ഞായറാഴ്ച കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നത്. മൂന്നാമത്തെ ഞായറാഴ്ച മിഷറിയോ ഞായറാഴ്ച തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്നതും. നാലാമത്തെ ഞായറാഴ്ച കനാന്യ സ്ത്രീയെ അവളുടെ മകളെ സൗഖ്യമാക്കുന്നതും. അഞ്ചാമത്തെ ഞായറാഴ്ച കൂനിയായ ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്നതും. ആറാമത്തെ ഞായറാഴ്ച പിറവിക്കുരുടനായ ഒരു മനുഷ്യന് കാഴ്ച നൽകുന്നതും. ഏഴാമത്തെ ഞായറാഴ്ച യെരുശലേം ദേവാലയത്തിലേക്ക് മശിഹാ തമ്പുരാൻ രാജകീയമായ പ്രവേശനം നടത്തുന്ന 7 ആഴ്ചകളും അതോട് ചേർന്ന് കഷ്ടാനുഭവ ആഴ്ച, പെസഹ, ദുഃഖവെള്ളി, ദുഃഖശനി, കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ എന്നിവയോടുകൂടിയാണ് വലിയ നോമ്പിൻ്റെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടുന്നത്. യേശു തമ്പുരാൻ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദവചനങ്ങളാണ് ഇന്നത്തെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. 3-ാം ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു തികയാതെ വന്നപ്പോൾ യേശുവിന്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് ശുദ്ധീകരണത്തിനായുള്ള വെള്ളം നിറയ്ക്കുന്ന 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രങ്ങൾ ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. അവൻ അവരോട്, ഇപ്പോൾ കോരി കലവറക്കാരന് കൊണ്ടുപോയി കൊടുക്കുവീൻ എന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് ആയിരുന്നുവെന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ കലവറക്കാരൻ അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കിയ ശേഷം മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം താഴ്ന്ന തരം വീഞ്ഞും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന്
അവനോട് പറഞ്ഞു. യേശു ഇത് അത്ഭുതങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർന്നഹൂമിലേക്ക് പോയി. അവിടെ അവർ അധികനാൾ പാർത്തില്ല. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ഈ വേദവാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. ഓൺ ദ തേർഡ് ഡേ ദർ വാസ് എ മാരേജ് ഇൻ കാന ഓഫ് ഗലീലി. യേശു തമ്പുരാൻ സ്വർഗരാജ്യത്തെ ഉപമിച്ചിരിക്കുന്നത് കല്യാണത്തോടെയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 22-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ വിരുന്ന് നടത്തിയ ഒരു രാജാവിന് സദൃശ്യമാകുന്നു എന്നാണ് യേശു തമ്പുരാൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് ഉപമിച്ചിരിക്കുന്നത്. രാജാവ് തന്നോടൊപ്പം ഇരിക്കുവാൻ പ്രാപ്തിയുള്ള, അതിനുള്ള യോഗ്യതയുള്ള ധാരാളം പൗരപ്രമുഖന്മാരെ വിരുന്നിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. എന്നാൽ അവരെല്ലാവരും ഒഴിഞ്ഞു മാറി ഈ വിരുന്നിൽ പങ്കെടുക്കാതെ ഇരുന്നപ്പോൾ സമൂഹത്തിലെ അധസ്ഥിതരിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിൽ നിന്നും വിവാഹത്തിലേക്ക് ധാരാളം ആളുകളെ ക്ഷണിച്ചു. കല്യാണ വിരുന്ന് നടക്കുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോൾ യജമാനൻ, രാജാവ് പറയുകയാണ്, സഹോദര, നിന്റെ കല്യാണ വസ്ത്രം എവിടെയാണ്? കല്യാണ വസ്ത്രം ഇല്ലാത്തതിനാൽ അവനെ വിവാഹ വിരുന്നിൽ നിന്ന് പുറത്താക്കി കളഞ്ഞത് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞ ഉപമ സ്വർഗരാജ്യം വിളക്കുമേന്തി മണവാളിനെ എതിരേൽക്കുവാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകുന്നു. 5 കന്യകമാർ വിളക്കിൽ പ്രകാശമുള്ളവരായി യേശുവിനോടൊപ്പം മണവാളനോടൊപ്പം മണവറയിൽ പ്രവേശിച്ചു. എന്നാൽ 5 പേർ വിളക്കിൽ എണ്ണയില്ലാത്തതുമൂലം അവർക്ക് മണവാളനോടൊപ്പം പ്രവേശിക്കുവാൻ സാധിച്ചില്ല. അവരോട് മണവാളൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അങ്ങനെ വിവാഹ വിരുന്നിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രകാശമില്ലാത്ത 5 കന്യകമാരെക്കുറിച്ചും ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായി കല്യാണ വസ്ത്രമില്ലാതെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധ്യമല്ല. രണ്ടാമതായിട്ട് ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ദൈവികമായ വചനങ്ങളെ ഉൾക്കൊണ്ട് ദൈവികമായ നന്മകൾ ജീവിതത്തിൽ പ്രവർത്തിച്ച് ദൈവികമായ പ്രകാശം നേടുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ എന്ന് മശീഹ തമ്പുരാൻ ഈ ഉപമകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായ വേദഭാഗവും യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും അവിടെ ഈ ഒരു കല്യാണ വിരുന്നിനെക്കുറിച്ചാണ് മശീഹ തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും: മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. ഓൺ ദ തേർഡ് ഡേ ദർ വാസ് എ മാരേജ് ഇൻ കാന ഓഫ് ഗലീലി. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം ആരംഭിക്കുന്നത് വളരെ വ്യക്തമാണ്. ഒരു ദിവസം കാനാവിൽ ഒരു കല്യാണമുണ്ടായി എന്നുള്ളതല്ല, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ യേശു തമ്പുരാൻ ഒരു കല്യാണത്തിന് പങ്കെടുത്തു എന്നുള്ള ഒരു തുടക്കമല്ല ഈ വേദഭാഗത്തിൽ കാണുന്നത്. അവിടെ വളരെ വ്യക്തമായി സ്പെസിഫൈ ചെയ്ത് പറയുന്നത്, ഓൺ ദ തേർഡ് ഡേ, 3-ാം ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. എന്താണ് ഈ 3-ാം ദിവസം എന്ന് പറയുവാനുള്ള പ്രത്യേകത? ഗലീലയിലെ കാനാവിലെ കല്യാണം 3-ാം ദിവസമായിരുന്നു. ഈ 3-ാം ദിവസത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥമായ ഈ ദൈവികമായ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ആ വിവാഹത്തിൻ്റെ 2-3 പ്രത്യേകതകൾ, 3-ാം ദിവസത്തിൻ്റെ 2-3 പ്രത്യേകതകളാണ് ഇന്ന് അല്പസമയം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യഹോവയായ ദൈവം
സൃഷ്ടികർമ്മം നടത്തുന്നതായ സമയത്ത് പാഴും ശൂന്യവുമായിരുന്ന ഭൂമി, ഗർത്തങ്ങളും മൊട്ടക്കുന്നുകളും നിറഞ്ഞതായ ഭൂമി, ഫലഭൂയിഷ്ടമല്ലാത്ത ഒരു പച്ചില പോലും ഇല്ലാത്ത ഭൂമി, ആ ഭൂമിയെ നോക്കിക്കൊണ്ട് യഹോവയായ ദൈവം കൽപ്പിച്ചു, ഭൂമിയിൽ നിന്ന് സസ്യങ്ങളും അതത് തരം വിത്തുകളുള്ള സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് കർത്താവ് കൽപ്പിച്ചു. അപ്പോൾ ഭൂമിയിൽ പച്ചപ്പുല്ലും അതത് തരം വിത്തുകളുള്ള സസ്യങ്ങളും അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും ഭൂമിയിൽ ഉണ്ടായി. സന്ധ്യയായി, ഉഷസ്സുമായി മൂന്നാം ദിവസം. മൂന്നാം ദിവസത്തെ പ്രത്യേകത ദ ഡേ ഓഫ് ട്രാൻസ്ഫർമേഷൻ, ദ തേർഡ് ഡേ, ദ ഡേ ഓഫ് ട്രാൻസ്ഫർമേഷൻ, രൂപാന്തരത്തിൻ്റെ ദിവസമാണ്. എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കേണ്ട ദിവസമാണ്. താറുമാറായി കിടന്ന, അലസമായി കിടന്ന, ഫലശൂന്യമായി കിടന്ന, ചുട്ട് പൊള്ളുന്ന മണലാരണ്യത്തിൻ്റെ അനുഭവത്തിൽ നീറിപ്പുകയുന്ന ജീവിതങ്ങൾ, കഷ്ടതയുടെയും പ്രതിസന്ധികളുടെയും വേദനയുടെയും യാതൊരു പ്രതീക്ഷയുമില്ലാതെ പ്രതീക്ഷയറ്റ് ജീവിതം പാപത്തിൻ്റെയും മറ്റ് പലവിധമായ സ്വാധീനങ്ങളുടെയും അനുഭവത്തിൽ വിണ്ടുകീറിക്കിടക്കുന്ന അനുഭവത്തിൽ അതിനെ മനോഹാരിതമാക്കുന്ന, ഫലഭൂയിഷ്ടമാക്കുന്ന, ഭൂമിയെ ദൈവം തമ്പുരാൻ ഹരിതാഭമാക്കിയതുപോലെ ഓരോ വിശ്വാസിയുടെ ജീവിതത്തെയും ഹരിതാഭമാക്കാനുള്ള ദിവസമാണ് മൂന്നാം ദിവസം. ഓൺ ദ തേർഡ് ഡേ, ദ ഡേ ഓഫ് ട്രാൻസ്ഫർമേഷൻ. എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ ഹരിതാഭമാക്കുവാനായിട്ട് സാധിക്കുന്നത്? ജീവിതത്തെ പച്ചപിടിപ്പിക്കുവാനായിട്ട്, ദൈവാനുഗ്രഹം ഉള്ളതാക്കി തീർക്കുവാനായിട്ട് എങ്ങനെ സാധിക്കും? അതിന് യഹോവയായ ദൈവം വ്യക്തമായി നമുക്ക് നൽകുന്നതായ ഒരു സന്ദേശം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ഏദൻ തോട്ടം യഹോവയായ ദൈവം ഉണ്ടാക്കിയിട്ട് ആ ഏദൻ തോട്ടത്തിൽ നിന്നും ഒരു നദി പുറപ്പെട്ടു, ഒരു നീർച്ചാൽ പുറപ്പെട്ടു. ആ നീർച്ചാൽ 4 നദികളായി മാറ്റപ്പെടുകയാണ്. ഈ 4 നദികൾ ഏദൻ തോട്ടത്തെ ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ടിരുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലേക്ക് യഹോവയായ ദൈവം ഈ 4 നദികളെ ഒഴുകി തന്നിരിക്കുകയാണ്. ജീവിതത്തിലെ പാപത്തിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നുമൊക്കെയും വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ ഒന്നാമതായിട്ട് പ്രാർത്ഥനയുടെ നീർച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തണം. പ്രാർത്ഥനയുടെ നീർച്ചാൽ ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു എങ്കിൽ, നമ്മളുടെ വേദനകളെയും ഭാരങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരം നമ്മെ തലോടും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്നവനാണ് ദൈവം. കണ്ണുനീരിനെ മറികടന്നു പോകാത്തവനാണ് ദൈവം. ഹാഗാറിൻ്റെ ജീവിതത്തിൽ തൻ്റെ കുഞ്ഞു മരണത്തോട് അഭിമുഖീകരിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഒരു ചൂരച്ചെടിയുടെ തണലിൽ വെച്ചിട്ട് ഒരമ്പിൻപാട് ദൂരത്ത് പോയിരുന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന ഹാഗാറിനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ആ കുഞ്ഞിൻ്റെ നിലവിളി ദൈവം തമ്പുരാൻ കേൾക്കുകയും സ്വർഗത്തിൽ നിന്ന് അവൾക്ക് ഒരു ശബ്ദമുണ്ടാകുകയും അവിടെ ഒരു നീർച്ചാൽ അവൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ദൈവമുൻപാകെ അനുതാപത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ഹൃദയം തുറന്ന് ദൈവമുൻപാകെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ആ പ്രാർത്ഥനയിലൂടെ സ്വർഗം തുറക്കുകയും നിൻ്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ആ ഒരു ജീവൻ്റെ നദി നിൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുവാനായിട്ട് സാധിക്കണം. രണ്ടാമതായി നമ്മളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തേണ്ടതായ നീർച്ചാൽ ദൈവത്തിൻ്റെ വചനമാകുന്ന നീർച്ചാലാണ്. ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി യേശുതമ്പുരാൻ ശമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവൻ അവന് നിത്യജീവനിലേക്കുള്ള നീരുറവ ആയിത്തീരും. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വായിക്കുമ്പോൾ, ദൈവവചനത്തിൽ നമ്മുടെ ജീവിതവുമായി താതാത്മ്യപ്പെടുത്തി നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ സ്പർശിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ വേദപുസ്തകത്തിലുണ്ട്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്.
ദൈവത്തിൻ്റെ വചനം ജഡം ധരിച്ചാണ് മനുഷ്യനായി മനുഷ്യരൂപം കൊണ്ട് ദൈവം തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ആ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ സകല പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും ദൈവികമായ അനുഗ്രഹം പകരുന്നതാണ്. അത് ദൈവവചനമാകുന്ന നീർച്ചാലാണ്. ആ നീർച്ചാൽ നമ്മളുടെ മാറോട് ചേർത്ത് നമ്മൾ പിടിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മളുടെ മാറോട് ചേർക്കുന്നു എങ്കിൽ, ദൈവം നമ്മളുടെ ഏത് കഷ്ടതകളിലും നമ്മെ അവൻ്റെ മാറോട് ചേർക്കും എന്നുള്ളതിന് സംശയമില്ല. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനമാകുന്ന നീർച്ചാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. മൂന്നാമതായിട്ട് ദൈവികമായ ആരാധനയുടെ നീർച്ചാൽ, പ്രാർത്ഥനയും ദൈവവചനവും ആകുന്ന നീർച്ചാലുകളും അതോടൊപ്പം ആരാധനയാകുന്ന നീർച്ചാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തണം. യെസ്കേൽ പ്രവചനം 47-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ഇതാ യെരൂശലേം ദേവാലയത്തിൽ നിന്നൊരു നീരുറവ പൊട്ടി പുറപ്പെട്ടു. പാട്ടുകാരൻ പാടുന്ന ഇപ്രകാരമാണ്: മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക, എന്നെ തന്നെ അതിൽ മുങ്ങിക്കുളിക്കുവാൻ തക്കവണ്ണം, കർത്താവിൻ്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം, ആരാധനയുടെ അനുഭവത്തിലേക്ക്, പരിശുദ്ധമായ കൂദാശകളുടെ അനുഭവത്തിലേക്ക്, ദൈവ സാമീപ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ അടുക്കലേക്ക്, ദൈവികമായ ആരാധനയിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മളുടെ ജീവിതം അനുഗ്രഹമായി തീരുന്നത്. നാലാമതായിട്ട് അനുതാപത്തിൻ്റെ നീർച്ചാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരണം. അയ്യോ, ഞാൻ അരിഷ്ടനായ മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ നടുവിൽ ഞാൻ വസിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ കവിണ്ണ് വീണ് ദൈവസന്നിധിയിൽ നിലവിളിച്ചതുപോലെ, ദൈവമേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിൻ്റെ തിരുമുൻപാകെ അനേക തിന്മകൾ ഞാൻ ചെയ്തു എന്ന് ദാവീദ് രാജാവ് ദൈവമുൻപാകെ നിലവിളിച്ച് അനുതപിച്ചു പ്രാർത്ഥിച്ചതുപോലെ, അനുതാപമാകുന്ന നീർച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അനുതപിക്കുന്ന പാപിയെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയും കുറ്റങ്ങളെയും കുറവുകളെയും പാപങ്ങളെയും ദൈവമുൻപാകെ ഏറ്റുപറഞ്ഞ് അനുതപിക്കേണ്ടതായ ദിവസമാണ് അനുതാപത്തിൻ്റെ നീർച്ചാൽ. പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ ഓർത്തതായ വേദഭാഗം, ദ തേർഡ് ഡേ, ദ ഡേ ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ നമ്മളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയാകുന്ന നീർച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. വചനമാകുന്ന നീർച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ആരാധനയുടെ നീർച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. നാലാമതായിട്ട് അനുതാപത്തിൻ്റെ നീർച്ചാൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദ ഡേ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ, മൂന്നാം ദിവസത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ദ ഡേ ഓഫ് റിസറക്ഷൻ, ഉയർപ്പിൻ്റെ ദിവസമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ കുരിശിൽ തറയ്ക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. മൂന്നാം നാൾ ഉയർപ്പിൻ്റേതായ ദിവസമാണ്. മരണത്തിൽ നിന്നും ഉയർക്കുവാൻ, പാപമരണത്തിൽ നിന്നും ഉയർക്കുവാനുള്ള ദിവസം. നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയ, നമ്മെ സ്വാധീനിച്ചിട്ടുള്ള ലോകത്തിൻ്റെതായ തിന്മകളെയും ചാബല്യങ്ങളെയും ദുഷ്ടപ്രവൃത്തികളെയും തിന്മപ്പെട്ട അനുഭവങ്ങളിൽ നിന്നും പാപത്തിൻ്റെ അമിക്കയറുകളെ പൊട്ടിച്ച് ഉയർക്കുവാനുള്ള ദിവസമാണ് ഓൺ ദ തേർഡ് ഡേ, ദ ഡേ ഓഫ് റിസറക്ഷൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നുണ്ട്: നിങ്ങൾ എൻ്റെ പ്രാകാരങ്ങൾ വന്ന് ചവിട്ടുവാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതാരാണ്? നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ധൂപവും ഞാൻ വെറുക്കുന്നു. കാരണം നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് കൈകളെ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ മുഖം മറച്ചു കളയും. കാരണം നിങ്ങളുടെ ജീവിതം മുഴുവനും അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ്: വാഷ് യുവർ ഹാൻഡ്സ്, നിൻ്റെ കൈകളെ നീ കഴുകണം. ക്ലെൻസ് യുവർ ഹാർട്ട്, നിൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം. റിമൂവ് ഓൾ ഈവിൾ ഡൂയിങ്സ് ബിഫോർ മൈ ഐസ്, എൻ്റെ കർത്താവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് സകല തിന്മപ്പെട്ട പ്രവൃത്തികളെയും നീ മാറ്റിക്കളയണം. അങ്ങനെയെങ്കിൽ നിൻ്റെ പാപങ്ങൾ എത്രമാത്രം രക്താംബരം പോലെ കടിഞ്ഞുമപ്പായിരുന്നാലും ഞാൻ നിന്നെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ആരാധനയും നമ്മളുടെ പ്രാർത്ഥനയും അത് ആദർശവും ഉപദേശവും മാത്രമായി നിലനിൽക്കാതെ
അത് ജീവിതത്തിൻ്റെ പ്രായോഗികമായ തലത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ നമ്മളുടെ ആരാധനാ ജീവിതം, നമ്മളുടെ കർമ്മമണ്ഡലങ്ങളിൽ ദൈവം നമ്മിലൂടെ ഇറങ്ങി പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുവാനുമായിട്ട് സാധിക്കണം. ദൈവത്തെ ആരാധിച്ച് സന്തോഷം കണ്ടെത്തി തൃപ്തി അടഞ്ഞ് നിൽക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് ദൈവത്തിൻ്റെ കരം നമ്മളുടെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവരിലേക്ക് സ്നേഹമായി, കരുണയായി, ദൈവികമായ നന്മകളായി കടന്നു ചെല്ലുമ്പോൾ മാത്രമേ എൻ്റെ ആരാധനാ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പാപകരമായ ജീവിതത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കേണ്ട ദിവസമാണ് മൂന്നാമത്തെ ദിവസം. ഇതൊരു യു ടേണിൻ്റെ അവസ്ഥയാണ്, അനുഭവമായിരിക്കണം. മുടിയനായ പുത്രൻ ദൈവസന്നിധിയിലേക്ക് പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മടങ്ങി വരുന്ന ഒരനുഭവം. ദൈവസന്നിധിയിലെ സകല പാപവീഴ്ചകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ദിവസം. പാപത്തോട് നാം പോരാടണം, പ്രാണത്യാഗത്തോളവും എതിർത്ത് നിൽക്കണം. അരയ്ക്ക് സത്യവും നീതി എന്ന കവചവും രക്ഷയുടെ ശിരസ്ത്രവും ധരിച്ചുകൊണ്ട് പൈശാചികമായ ശക്തികൾക്കെതിരെ പോരാടി വിജയം വരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്ക് ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ച് ദൈവികമായ ജീവിതത്തിലൂടെ, ദൈവികമായ മാർഗത്തിലൂടെ നമ്മളുടെ ഗമനം മുന്നോട്ട് പോകുമ്പോൾ നമ്മെ പിന്നോട്ട് വലിക്കുന്ന പൈശാചികമായ ശക്തികളെ ചേർത്ത് തോൽപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഞാൻ ഇതുവരെയും ഒരു മദ്യപാനിയായിരുന്നു എങ്കിൽ എൻ്റെ മദ്യപാനത്തെ തോൽപ്പിക്കുവാൻ എനിക്ക് സാധിക്കണം. ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്ന അനുഭവമായിരുന്നു എങ്കിൽ, ധാർഷ്ട്യത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു എങ്കിൽ, കോപത്തിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു എങ്കിൽ, സകലവിധമായ തിന്മകളും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എങ്കിൽ, ഇന്നു മുതൽ ഞാൻ ക്രിസ്തുവിനുള്ളതാണ് അത്രേ എന്നുള്ള ആ ആത്മീകമായ ചിന്തയോടുകൂടി സകല പൈശാചികമായതിനെ ഒഴിവാക്കി സക്കായി ദൈവസന്നിധിയിൽ പറഞ്ഞതുപോലെ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്തേക്ക് വരുവാനുള്ള യോഗ്യത എനിക്കില്ല. നീ എൻ്റെ പുരയ്ക്കകത്തേക്ക് വരുമ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. ഒന്നാമതായിട്ട്, ഞാൻ ആരിൽ നിന്നെങ്കിലും വാങ്ങിയിട്ടുള്ളത് 1/4 വീതം തിരിച്ചു കൊടുക്കാം. എൻ്റെ വസ്തുവകൾ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം. ജീവിതത്തിൽ ഒരു രൂപാന്തരം, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ദ തേർഡ് ഡേ, ദ ഡേ ഓഫ് റിസറക്ഷൻ. പാപത്തിൽ നിന്നുള്ള ഉയർപ്പാണ് മൂന്നാം ദിവസത്തെ രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാം നാളിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, ദ ഡേ ഓഫ് ന്യൂ ഏജ് ഓഫ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് മൂന്നാമത്തെ ദിവസം. നഥാനിയേലിനോട് യേശുദമ്പുരാൻ പറയുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ സ്വർഗീയ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. ഓൺ ദ തേർഡ് ഡേ കാനാവിലേക്ക് ദൈവികമായ ഗോവേണി ഇറക്കി വയ്ക്കുകയാണ്. പാപത്താൽ മലീമസമാക്കപ്പെട്ട അധാർമികതയുടെയും സകല തിന്മകളുടെയും പര്യായമായ കാനാവ് എന്ന സ്ഥലത്തേക്ക് ഒരു യഹൂദൻ പോലും അതിലേക്ക് കടന്നു പോകാതിരിക്കുന്ന അത്ര മ്ലേച്ഛകരമായ പ്രവൃത്തികൾ നടക്കുന്ന കാനാവിലേക്ക് ഇന്ന് ദൈവപുത്രൻ ഇറങ്ങി വരുന്ന സ്നേഹത്തിൻ്റെ ദിവസമാണ് മൂന്നാം ദിവസം. ഞാൻ എത്രമാത്രം പാപിയായിരുന്നാലും, എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ ദുർമാർഗിയായിരുന്നാലും എൻ്റെ കർത്താവ് എന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നവനായി എൻ്റെ മശീഹ തമ്പുരാൻ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ആ ഗോവേണി ഇറക്കി വയ്ക്കുകയാണ്. ആ ദൈവം ഇന്നെൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കുവാൻ, കുറവുകളുള്ള, പ്രാരാബ്ധങ്ങളുള്ള, പാപങ്ങളുള്ള, ആരും അംഗീകരിക്കാത്ത, എല്ലാവരാലും തള്ളിക്കളഞ്ഞ കാനാവിലേക്ക് ദൈവത്തിൻ്റെ പുത്രൻ ഇറങ്ങി വന്നതുപോലെ എല്ലാവരാലും അവഗണിക്കപ്പെട്ട, ആരും തിരിഞ്ഞു നോക്കാത്ത, ഏകാന്തതയുടെയും പലവിധമായ പ്രതിസന്ധികളുടെയും നെരിപ്പോടുകളിൽ നീറിപ്പുകയുന്ന ജീവിത അനുഭവത്തിലേക്ക് യഹോവയായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ എൻ്റെ ജീവിതത്തിലേക്ക് ഇറക്കി വിടുകയാണ്. ഇതാ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് കാനാവിലെ കല്യാണനാൾ. അത് പുറമേയുള്ള ഒരു വിവാഹം എന്നുള്ളതിനുപരിയായിട്ട് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പരിശുദ്ധമായ മാമോദീസായിൽ ഒരു ജഡിക മനുഷ്യനെ ആത്മീക മനുഷ്യനാക്കുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവൻ്റെ ശരീരത്തെ ആത്മീകനാക്കുന്നത് പോലെ ഇതാ കാനാവിൽ പച്ചവെള്ളം ദൈവം മുൻപാകെ സമർപ്പിച്ചപ്പോൾ അതിനെ മുന്തിരിച്ചാറാക്കി മാറ്റുന്ന ദൈവികമായ അത്ഭുതത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവം തമ്പുരാൻ ഇറങ്ങി വരുന്നു. ദൈവം തമ്പുരാൻ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ സന്നിധിയിൽ നമ്മളുടെ കണ്ണുനീര് കൊണ്ട് ചാലിച്ചതായ
കണ്ണുനീർത്തുള്ളികൾ ആ തുരുത്തികളിൽ ചേർത്ത് വയ്ക്കുവാൻ തക്കവണ്ണം നാശത്തിൻ്റെയും നിരാശയുടെയും അനുഭവത്തിൽ കാലിയായിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന കൽപ്പാത്രങ്ങൾ പൊട്ടിച്ചു കളയുക എന്നുള്ളതല്ല. ആ ശൂന്യമായി ആർക്കും വേണ്ടാത്ത ഉപയോഗശൂന്യമായ കൽപ്പാത്രങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കുവാനും അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വചനത്തിൻ്റെയും ആരാധനയുടെയും അനുഭവത്തിൽ എൻ്റെ കണ്ണുനീർ ദൈവസന്നിധിയിൽ അതിനെ തുരുത്തികളിൽ നിറച്ചു വയ്ക്കുവാൻ, ഫിൽ ദ വാട്ടർ പോട്ട്സ് വിത്ത് വാട്ടർ ടു ദ ബ്രിം, വിശ്വാസം കൊണ്ട് അതിൻ്റെ പൂർണ്ണത വരെ നിറയ്ക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധിക്കുന്നു എങ്കിൽ, പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യഹോവയായ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കുന്ന മശിഹാ തമ്പുരാൻ എത്ര കുറവുള്ളതാണെങ്കിലും നിറമുള്ളതാക്കി തീർക്കുന്ന, അത് മനോഹരമാക്കി തീർക്കുന്ന, ആർക്കും വേണ്ടാത്ത അരുചികരമായിരിക്കുന്ന അനുഭവത്തിൽ നിന്നും രുചികരമായ മേൽത്തരം വീഞ്ഞിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റുന്ന അനുഭവമാണ് മൂന്നാം നാളെന്ന് പറയുന്നത്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന, ദൈവസ്നേഹം മനുഷ്യനിലേക്ക് ഇറങ്ങി വരുന്ന വിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തെ കാൽവറി ക്രൂശിനോട് കർത്താവിനെ ഒട്ടിച്ച് ചേർത്തത് എൻ്റെ വിമോചനത്തിനു വേണ്ടി അവൻ ദാഹിക്കുന്നത് കൊണ്ടാണ്. ആ സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം. ആ സ്നേഹമാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്, കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പീൻ. എൻ്റെ സ്നേഹം അങ്ങനെ പൂർണ്ണമാക്കി തീർക്കുവീൻ. ദൈവികമായ സ്നേഹത്തെ പൂർണ്ണമാക്കി തീർക്കേണ്ടതായ ദിവസമാണ് മൂന്നാം ദിവസം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. കാലാവിനെ കല്യാണ ദിവസം അത് മൂന്നാം ദിവസമായിരുന്നു. ആ മൂന്നാം ദിവസത്തിൻ്റെ പ്രത്യേകതകൾ: ഒന്ന്, മൂന്നാം ദിവസം രൂപാന്തരത്തിൻ്റെ ദിവസമാണ്, ദ ഡേ ഓഫ് ട്രാൻസ്ഫർമേഷൻ. രണ്ടാമത്, മൂന്നാം ദിവസം എന്ന് പറയുന്നത് ദൈവ സന്നിധിയിൽ ഉയർപ്പിൻ്റേതായ പാപമുള്ളുകളിൽ നിന്നും പാപത്തിൻ്റെ അമിക്കരുകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കേണ്ട ദിവസമാണ്, ദ തേർഡ് ഡേ, ദ ഡേ ഓഫ് റിസറക്ഷൻ. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ സ്നേഹം നമ്മിൽ വ്യാപരിച്ച് നമ്മിലൂടെ സമൂഹത്തിലേക്ക് ദൈവത്തിൻ്റെതായ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പിൻ. ദ തേർഡ് ഡേ, ദ ന്യൂ ഏജ് ഓഫ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയുവാൻ തക്കവണ്ണമുള്ള അനുഗ്രഹീതമായ ദിവസങ്ങളായി തീരട്ടെ ഈ നോമ്പ് ദിവസങ്ങൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.